വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി പാർട്ടിലെ ആദ്യത്തെ ചാപ്റ്ററായ ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പൊതുവേ ഈ ചാപ്റ്റർ ഭയങ്കര ടഫ് ആണെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെക്ഷൻ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ what were the characteristic features of the changes that took place in Europe from 14th century onwards? അതായത് 14ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്, അതായത് മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് വളർന്നു വന്നു. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ്, അതായത് മതേതര മൂല്യങ്ങളുടെ വ്യാപനം. ഓക്കെ, തേർഡ് വൺ ഇസ് ഗ്രോത്ത് ഓഫ് urban ലൈഫ്, നഗര ജീവിതത്തിന്റെ വളർച്ച. ഫോർത്ത് വൺ ഇസ് മോണിറ്ററി എക്കണോമി, അതായത് പണാധിഷ്ഠിത സമ്പദ്ഘടന വളർന്നു വന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പ്രോഗ്രസ് ഓഫ് ട്രേഡ്, അതായത് കച്ചവടത്തിന്റെ പുരോഗതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്, അതായത് ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇമ്പോർട്ടൻസ് ഗെയിൻ ബൈ റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം ലഭിച്ചു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇൻഡിവിജ്വൽ ലിബർട്ടി, അതായത് വ്യക്തി സ്വാതന്ത്ര്യം. ഓക്കെ, ലാസ്റ്റ് വൺ ഇസ് ചേഞ്ചസ് ഇൻ ദ റിലംസ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്, അതായത് കലാശാസ്ത്ര രംഗങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇത്തരം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് The Renaissance in Europe first began in Italy. What were the factors that led to this? അതായത് യൂറോപ്പിൽ നവോത്ഥാനം ആദ്യമായി ആരംഭിച്ചത് ഇറ്റലിയിലായിരുന്നു. ഇതിന് സഹായകമായ ഘടകങ്ങൾ എന്തെല്ലാം? അതാണ് നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഇൻഡിപെൻഡന്റ് വെൽത്തി ആൻഡ് ഡൈനാമിക് സിറ്റീസ്, അതായത് സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായ നഗരങ്ങൾ വളർന്നു വന്നു. ഓക്കെ, സെക്കൻഡ്ലി അഡ്വാൻസ്മെന്റ് ഇൻ ട്രേഡ്, അതായത് വ്യാപാര രംഗത്തെ മുന്നേറ്റം. ഓക്കെ, തേർഡ് വൺ ഇസ് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ആൻഡ് ദ റൈസ് ഓഫ് വെൽത്തി ക്ലാസ്, ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയും സമ്പന്നരുടെ ഉയർച്ചയും സൊസൈറ്റിയിൽ വളർന്നു വന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ ക്രൂസേഡ്സ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് വിത്ത് ഈസ്റ്റ്, അതായത് കുരിശ് യുദ്ധങ്ങളും കിഴക്കുമായുള്ള സാംസ്കാരിക വിനിമയവും. ഓക്കെ, and after that is the bubonic plague or the black death, അതായത് bubonic plague അഥവാ എന്ന മഹാമാരി വന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സിവിക് കോൺഷ്യസ്നെസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ റോമൻ ഹെറിറ്റേജ്, അതായത് പൗരബോധവും റോമൻ പൈതൃകത്തിലുള്ള താല്പര്യവും വളർന്നു വന്നു. ഓക്കെ, എൻകറേജ്മെന്റ് ഓഫ് ആർട്ടിസ്റ്റ്, അതായത് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഫോൾ ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ, അതായത് കോൺസ്റ്റന്റിനോപ്പിളിന്റെ പതനം. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് റിനൈസൻസ് ഇൻ യൂറോപ്പ് ഫസ്റ്റ് ബിഗിൻ ഇൻ ഇറ്റലി, അതായത് വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദിസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്ത് ആൻസർ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ഹ്യൂമനിസം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മളെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്, ഹ്യൂമനിസം. വാട്ട് ഇസ് ഹ്യൂമനിസം അഥവാ എന്താണ് മാനവികത അല്ല, അതുകൂടാതെ അതിന്റെ സവിശേഷതകൾ. ഓക്കെ, അതിന്റെയാണ് കേട്ടോ, അതിന്റെ സവിശേഷതകൾ എന്തെല്ലാം, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. അതായത് മാനവികത കൂടുതലായിട്ടും ഹ്യൂമൻ സെന്റേർഡ് ഔട്ട്ലുക്ക് അഥവാ മനുഷ്യ കേന്ദ്രീകൃത വീക്ഷണത്തെയായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. സെക്കൻഡ്ലി ഹൈലൈറ്റിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ്, മനുഷ്യ ഗുണങ്ങൾക്ക് എന്ത് ചെയ്തു, പ്രാധാന്യം നൽകി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് റാഷണൽ ഇൻക്വയറി, അതായത് യുക്തിപരമായ അന്വേഷണം. ഓക്കെ, യുക്തിപരമായ അന്വേഷണം ഒക്കെ തന്നെ ഈ ഒരു വ്യവസ്ഥയിൽ വന്നു. ഓക്കെ, തേർഡ് വൺ ഇസ് ആക്സെപ്റ്റൻസ് ഓഫ് ക്രിറ്റിസിസം, അതായത് വിമർശനത്തെ അംഗീകരിക്കൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലേണിംഗ്, ക്ലാസിക്കൽ പഠനത്തിൽ താല്പര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ ലാംഗ്വേജ്, അതായത് പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ന്യൂ സ്റ്റൈൽ ഇൻ ആർട്സ്, അതായത് കലയിലെ പുതിയ ശൈലി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് വാട്ട് ഈസ് ഹ്യൂമനിസം അഥവാ വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് എന്താണ് മാനവികത, അതുകൂടാതെ എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ,
ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് സ്കോളാറ്റിസിസം അഥവാ എന്താണ് സ്കോളാറ്റിസിസം? ഓക്കെ, നമുക്ക് നോക്കാം അതിന്റെ ആൻസർ. ഓക്കെ, സ്കോളാറ്റിസിസം ഇസ് എ ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ മിഡിൽ ഏജസ്. ഓക്കെ, മധ്യകാലഘട്ടത്തിലെ പ്രധാന തത്വചിന്തയായിരുന്നു എന്ത്? സ്കോളാറ്റിസിസം എന്ന് പറയുമ്പോൾ. ഓക്കെ, സെക്കൻഡ്ലി ഇറ്റ് വാസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ക്രിസ്ത്യൻ തിയോളജി. അതായത് ഇത് ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഓക്കെ, third one, although scholasticism encouraged knowledge and research, it prioritized the divine and the afterlife. Okay, വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനും ഇത് പ്രാധാന്യം നൽകി. ഓക്കെ, ഇത്രയുമാണ് എന്ത് സ്കോളാറ്റിസിസം എന്ന് പറയുന്ന ചോദ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾ തീർച്ചയായും ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഹൗ ഡിഡ് റിനൈസൻസ് ആർട്ട് ഡിഫർ ഫ്രം ദ ആർട്ട് ഓഫ് മിഡിൽ ഏജ്? അപ്പൊ നമുക്ക് റിനൈസൻസ് ആർട്ടിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ ഈ റിനൈസൻസ് ആർട്ട് അഥവാ നവോത്ഥാന കലകൾ മധ്യകാലത്തെ കലകളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. Middle age art tend to emphasize spiritual themes such as angels and heavenly realms, whereas Renaissance art focus on the beauty of human form, originality and the naturalistic use of colors. അതായത് മധ്യകാലത്തെ കലകൾ മാലാഖമാർ, സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ നവോത്ഥാന കാലത്തെ കലകൾ മനുഷ്യ ശരീരത്തിന്റെ സൗന്ദര്യം, മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് എന്ന് പറയുമ്പോൾ ദ സിറ്റി ഓഫ് ഫ്ലോറൻസ് വാസ് ദ മെയിൻ സെന്റർ ഓഫ് റിനൈസൻസ് ആർട്ട് ഇൻ ഇറ്റലി. അതായത് ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ഹൗ ഡിഡ് റിനൈസൻസ് ആർട്ട് ഡിഫർ ഫ്രം ദ ആർട്ട് ഓഫ് മിഡിൽ ഏജസ് എന്ന് പറയുന്നത്. അതായത് നവോത്ഥാന കലകൾ മധ്യകാലത്തെ കലകളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അടിപൊളിയായി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിനൈസൻസ് പെയിന്റിംഗ്? അതായത് നവോത്ഥാന കാലത്തെ ചിത്രകലയുടെ സവിശേഷതകൾ എന്തെല്ലാം? ഓക്കെ, നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. The use of colors to illustrate light and spatial depth. അതായത് വർണ്ണങ്ങളുടെ പ്രകാശവും അകലവും ചിത്രങ്ങൾക്ക് എന്ത് ത്രിമാന പ്രതീതി നൽകി. അതായത് ഒരു 3D എഫക്റ്റ് ഒക്കെ നൽകി. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് the use of oil paints. അതായത് എണ്ണച്ചായത്തിന്റെ ഉപയോഗം. ഓക്കെ, എണ്ണച്ചായങ്ങളൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്തു? പെയിന്റിംഗ് ആരംഭിക്കാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പോർട്രേറ്റ്സ്. അതായത് ഛായാചിത്രങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് റെപ്രസെന്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ഇൻ ദ ഐഡലൈസ്ഡ് ഹ്യൂമൻ ഫോംസ്. അതായത് ദൈവിക കഥാപാത്രങ്ങളെ മനുഷ്യന്റെ രൂപത്തിൽ മനോഹരമായി അവതരിപ്പിച്ചു. ഓക്കെ, ഇത് മനുഷ്യന്റെ ആണ് കേട്ടോ. മനുഷ്യന്റെ ക്ലിയർ അല്ലേ? മനുഷ്യന്റെ രൂപത്തിൽ ഒന്നും കൂടെ ഒന്ന് എഴുതാം. അതായത് മനുഷ്യന്റെ. ഓക്കെ, ഈ ഒരു ജസ്റ്റ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഇന്ത്യ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിനൈസൻസ് പെയിന്റിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമ്മൾ ഇത്രയും പോയിന്റ്സ് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഈ റിനൈസൻസ് പെയിന്റിംഗിൽ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ തന്നെ എഴുതി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യനും അടിപൊളിയായിട്ട് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് ആർക്കിടെക്ചർ? ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് നവോത്ഥാന കാലത്തെ വാസ്തുവിദ്യയുടെ സവിശേഷതകൾ എന്തെല്ലാം? ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. അതായത് ഫിലിപ്പോ ബ്രൂണലെസ്കി സെറ്റ് എ ന്യൂ സ്റ്റൈൽ ഇൻ ആർക്കിടെക്ചർ. അതായത് ഫിലിപ്പോ ബ്രൂണലെസ്കി പുതിയ വാസ്തുവിദ്യാ ശൈലിക്ക് എന്ത് ചെയ്തു? തുടക്കം കുറിച്ചു. ഓക്കെ, ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇറ്റ് വാസ് ക്വയറ്റ് ഡിഫറെന്റ് ഫ്രം ദ ഗോതിക് ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓഫ് ദ മിഡീവിയൽ പീരീഡ് ആൻഡ് ഓൾസോ ഇറ്റ് വാസ് ഹാവിംഗ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻഷ്യൻ പീരീഡ്. അതായത് മധ്യകാല ഗോതിക് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. കൂടാതെ പഴയകാല ചിത്രങ്ങളായിട്ട് ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റൈൽ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആൻഷ്യൻ ഗ്രിഗോ റോമൻ ക്ലാസിക്കൽ സ്റ്റൈൽ. അതായത് പ്രാചീന ഗ്രിഗോ റോമൻ ക്ലാസിക്കൽ ശൈലിയുടെ സ്വാധീനമുള്ളതായിരുന്നു എന്തെന്ന് പറയുമ്പോൾ നമ്മുടെ റിനൈസൻസ് ആർട്ട് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ലോഫി ടവേഴ്സ് ഡോംസ് വെർ ഗിവൺ ഇമ്പോർട്ടൻസ്. എക്സാമ്പിൾ ദ ഡോം ഓഫ് ഫ്ലോറൻസ് കത്തീഡ്രൽ. അതായത് ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം താഴികക്കുടങ്ങൾക്ക് പ്രാധാന്യം നൽകി. ഉദാഹരണം ഫ്ലോറൻസിലെ കത്തീഡ്രലിലെ താഴികക്കുടം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റൈൽ ഇസ് മോർ എവിഡന്റ് ഇൻ ദ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്ക ബിൽഡ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് മൈക്കലാഞ്ചലോ ആൻഡ് ബ്രമന്തെ. അതായത് മൈക്കലാഞ്ചലോ, ബ്രമന്തെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണി കഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ ഈ ശൈലി കൂടുതൽ പ്രകടമാണ്.
ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുമ്പം, അതായത് റിനൈസൻസ് ആർക്കിടെക്ചർ എന്താണെന്ന് ചോദിക്കും. അതായത് വാട്ട് ഇസ് ദ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് ആർക്കിടെക്ചർ അഥവാ നവോത്ഥാന കാലത്തെ വാസ്തുവിദ്യയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിനൈസൻസ് ലിറ്ററേച്ചർ, അതായത് നവോത്ഥാന സാഹിത്യത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. അതായത് ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ലിബർട്ടി, അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇത് പ്രാധാന്യം നൽകി. ഓക്കെ, സെക്കൻഡ്ലി എന്ന് പറയുന്നത് ഇറ്റ് ബ്രേക്ക് അവേ ഫ്രം ദ സ്കൊളാറ്റിസിസം ഓഫ് മിഡിൽ ഏജസ്, അതായത് മധ്യകാല സ്കൊളാറ്റിസിസിൽ നിന്നും ഉള്ള മോചനം ഇതിന് ലഭിച്ചു. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുമ്പം ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആൻഷ്യന്റ് ഗ്രിഗോ റോമൻ കൾച്ചർ, അതായത് പ്രാചീന ഗ്രിഗോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗേവ് ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ലാംഗ്വേജസ്, അതായത് ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷകളിൽ ഒരുപാട് രചനകൾ വന്ന് അതിന് പ്രാധാന്യം നൽകി. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് പ്രോസ് ലിറ്ററേച്ചർ ഗ്രീൻ പ്രോമിനൻസ്, അതായത് ഗദ്യ സാഹിത്യത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഓക്കെ, ഇത്രയുമാണ് എന്ത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിനൈസൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ഹൗ ഇസ് വേൾഡ് ഹിസ്റ്ററി കാറ്റഗറൈസ്ഡ് ഫോർ ദ ഈസ് ഓഫ് ലേണിംഗ്, ഹൂ ഡിവൈസ് ദിസ് മെത്തേഡ്, അതായത് പഠന സൗകര്യാർത്ഥം ലോക ചരിത്രത്തെ എപ്രകാരമാണ് വിഭജിച്ചിട്ടുള്ളത്, ഈ രീതി ആവിഷ്കരിച്ചത് ആര്? ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. അതായത് ദ ഏൻഷ്യൻ പീരീഡ് സ്പാനിങ് അപ് ടു 5th century CE, അതായത് പ്രാചീന കാലം CE 5ാം നൂറ്റാണ്ട് വരെ ആയിരുന്നു. ഓക്കെ, സെക്കൻഡ്ലി ദ മിഡീവിയൽ പീരീഡ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ 5th century to 15th century, അതായത് മധ്യകാലം CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ ആയിരുന്നു. ഓക്കെ, തേർഡ് എന്ന് പറയുമ്പോൾ ദ മോഡേൺ പീരീഡ്, ഓക്കെ, ദാറ്റ് ഈസ് ദ പീരീഡ് ആഫ്റ്റർ ദാറ്റ് ഈസ് ആധുനിക കാലം 15ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടമായിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ 2 Italian historians, ഫ്ലാവിയോ ബിയോണ്ടോ ആൻഡ് ലിയോണാർഡോ ബ്രൂണി, അതായത് ഈ രീതി ആവിഷ്കരിച്ചത് ഇറ്റാലിയൻ ചിത്രകാരന്മാരായ ഫ്ലാവിയോ ബിയോണ്ടോയും അതുപോലെ തന്നെ ലിയോണാർഡോ ബ്രൂണിയുമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, അതായത് ഹൗ ഇസ് വേൾഡ് ഹിസ്റ്ററി കാറ്റഗറൈസ് ഫോർ ദ ഈസ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഈ മെത്തേഡ് ആരൊക്കെയാണ് ഡിവൈസ് ചെയ്തത്, അതായത് ഈ മെത്തേഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് ചോദിച്ചേക്കാം എക്സാമിന്. അപ്പോൾ ഈ മെത്തേഡ് ആരാണ് ആവിഷ്കരിച്ചതെന്നൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് what were the significant changes that occurred in the historiography during the Renaissance period, അതായത് നവോത്ഥാന കാലത്ത് ചരിത്ര രചനയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? ഓക്കെ, മാറ്റങ്ങൾ എന്തെല്ലാം? ഓക്കെ, ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് the prevailing notion that the historical events were divinely ordained and the course of history was governed by the supernatural power laws, its relevance during the Renaissance period, അതായത് ചരിത്ര സംഭവങ്ങൾ ദൈവദൃഷ്ടിയാണെന്നും ചരിത്രത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുമുള്ള മധ്യകാല കാഴ്ചപ്പാടിന് എന്ത് ചെയ്തു, നവോത്ഥാന കാലത്ത് പ്രസക്തി നഷ്ടപ്പെട്ടു. ഓക്കെ, നവോത്ഥാന കാലത്ത് എന്ത് ചെയ്തു, ഇതിനുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ സെന്റേർഡ് എക്സ്പ്ലനേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഗെയിൻ റെക്കഗ്നിഷൻ, അതായത് മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു. തേർഡ് വൺ എന്ന് പറയുമ്പോൾ, അതായത് നെക്സ്റ്റ് ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെ, അതായത് ഹ്യൂമൻ ലൈഫ് ബിക്കേം ദ ഫോക്കസ് ഓഫ് ഹിസ്റ്റോറിക്കൽ നരേറ്റീവ് സൂപ്പർസീഡിംഗ് ദ ക്രോണിക്കിൾസ് ഓഫ് മോങ്സ് ആൻഡ് ബയോഗ്രാഫീസ് ഓഫ് പ്രേസ്, അതായത് ചരിത്ര സംഭവങ്ങൾ ദൈവദൃഷ്ടിയാണ് ചിന്തയ്ക്ക് പകരം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് എന്ത് ചെയ്തു, ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഓക്കെ, and next that is the archaeological evidences and relics such as inscriptions, coins, ancient manuscripts extra were given greater emphasis in their narrative, അതായത് പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും, അതായത് ലിഖിതങ്ങൾ, നാണയങ്ങൾ, പ്രാചീന കയ്യെഴുത്തുകൾ തുടങ്ങിയവ ഓക്കെ ചരിത്ര രചനയിൽ എന്ത് ചെയ്തു, സവിശേഷ സ്ഥാനം ലഭിച്ചു. ഇതിനൊക്കെ എന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കുവാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് ഗെയിൻ സിഗ്നിഫിക്കൻസ് ഇൻ ഹിസ്റ്ററി, അതായത് പ്രാചീന കയ്യെഴുത്തു കൃതികൾ ശേഖരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾ ഊർജിതമായി വന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ സയന്റിഫിക് എൻക്വയറി ആൻഡ് സ്റ്റഡീസ് റീപ്ലേസ് സ്റ്റോറീസ് ആൻഡ് മിത്സ്, അതായത് ചരിത്ര രചനയിൽ വിമർശനങ്ങൾക്ക് സ്ഥാനം ലഭിക്കുവാൻ തുടങ്ങി. ഓക്കെ, ദ കോൺട്രിബ്യൂഷൻ ഓഫ് മാക്കിയവെല്ലി ടു റിനൈസൻസ് ഹിസ്റ്റോഗ്രാഫി ആർ നോട്ട് വർത്തി, അതായത് കഥകൾക്കും മിത്തുകൾക്കും പകരം ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും രീതിശാസ്ത്രമായി സ്വീകരിക്കപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൗണ്ടർ റിഫോർമേഷൻ, എതിർ
ത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നോക്കാം. ദ ചേർച്ച് ലീഡർഷിപ്പ് വാസ് കൺവെൻഡ് ദ കൗൺസിൽ ഓഫ് ട്രെന്റ് ഇൻ നോർത്തേൺ ഇറ്റലി. അതായത് കത്തോലിക്ക സഭയുടെ സ്വയം നവീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വടക്കൻ ഇറ്റലിയിലെ ട്രെന്റിൽ എന്ത് ചെയ്തു? ഒരു സമ്മേളനം അവർ വിളിച്ചു ചേർത്തു. അതാണ് നമ്മളെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ്ലി എന്ന് പറയുന്നത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് കൗൺസിൽ വർ ടു കറക്റ്റ് ദ എറോണസ് ടെൻഡൻസീസ് വിത്തിൻ ദ ചേർച്ച് ആൻഡ് ടു ഇംപ്ലിമെന്റ് ദ റിഫോംസ്. അതായത് മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി പരിഷ്കരണവുമായി മുന്നോട്ട് പോകാൻ അവർ എന്ത് ചെയ്തു? ലക്ഷ്യമിട്ടു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സ്റ്റൈൽ ഓഫ് ഇൻഡൽജൻസ് വാസ് ബാൻ. അതായത് പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന എന്ത് ചെയ്തു? അവര് നിരോധിച്ചു. അതായത് പാപവിമോചന പത്രത്തിന്റെ വിൽപ്പന അവര് നിരോധിച്ചു. ഓക്കെ, ഇതുകൂടാതെ എ ലിസ്റ്റ് ഓഫ് ബുക്സ് ദാറ്റ് ഷുഡ് നോട്ട് ബി റീഡ് ബൈ ദ ബിലീവേഴ്സ് വാസ് പബ്ലിഷ്. അതായത് വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടിക എന്ത് ചെയ്തു? അവര് തയ്യാറാക്കി അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചു. ഓക്കെ, ദ കോഡ് ഓഫ് വിച്ച് വാസ് ദേർ ഇൻ മിഡീവൽ ടൈംസ് വാസ് റീ ഇൻസ്റ്റിറ്റ്യൂട്ടഡ്. അതായത് മധ്യകാലത്ത് നിലനിന്നിരുന്ന മത വിചാരണ കോടതികൾ എന്ത് ചെയ്തു? പുനഃസ്ഥാപിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിലെ, അതായത് ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം അപ്പം ഇത്രയും ഇവിടെ ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊക്കെ തന്നെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസുകളുമായി നമ്മൾ ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ഗുഡ് ബൈ.